ബ്രോ, യെസ് ബ്രോ. ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചപ്പോഴേ ആ അതിൽ ഈ വിഷകന്യകമാരെന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തെ ഒരു സിസ്റ്റം. പണ്ട് യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അത് അതെ ഉപയോഗിച്ചിരുന്നു. രാജാക്കന്മാരെ മറ്റേ പണി കൊടുക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു അതെ എന്നൊക്കെ അതെ, കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ രീതി. ആ അത് ഇന്നും അങ്ങനത്തെ രീതി ഉണ്ടോ? കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാരെ ഡെവലപ്പ് ചെയ്ത് ഏഹ്, ഒരു യക്ഷി ആ രീതിയിലൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ശത്രുക്കളാക്കും, ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു പ്രവണത ഇന്നും ഉണ്ടോ? ബ്രോ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചോദ്യമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും പറയും മണ്ടത്തരം പറയില്ലെന്ന് പറയും. അതിൻ്റെ കാരണം എന്താണെന്നോ, നമുക്ക് ലോജിക്കലി നമുക്കറിയാവുന്ന കാര്യങ്ങൾക്ക് പരിമിതികളുണ്ട്. നമ്മൾ കുറേ പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യങ്ങളുമാണ് പഠിച്ചിരിക്കുന്നത്. ബട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു തരാവേ. ഞാൻ ഈ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ പ്രേതങ്ങളെ പറ്റി മനസ്സിലാക്കാനായിട്ട് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെ എൻ്റെ യാത്രകളുണ്ടായിരുന്നേ. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഞാൻ സ്ഥലവും ലൊക്കേഷനും ഒന്നും പറയുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ യൂട്യൂബർമാരൊക്കെ ആ ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടാവും. കുറേ നിയമങ്ങളും നിബന്ധനകളും ഉള്ളത് കൊണ്ടായിരിക്കും അവരത് പബ്ലിഷ് ചെയ്യാതിരിക്കുന്നത്. കാരണം എല്ലാവർക്കും പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനൊരു ഗ്രാമത്തിൽ ചെന്ന് വിട്ടപ്പോൾ ഞാൻ നോക്കാൻ നേരം എന്നെ അതിശയിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു വൈകിയ സമയത്താണ് ആ ഗ്രാമത്തിലെത്തുന്നത്. ഞാൻ താമസ സൗകര്യം അന്വേഷിച്ചു ആദ്യം. അവിടെ എങ്ങും താമസ സൗകര്യമില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു അടുത്തൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ നമ്മുടെ കേരള പോലീസിനെ പോലെയല്ല. ഇപ്പോൾ കേരള പോലീസ് സ്റ്റേഷനിൽ നമുക്കിപ്പോൾ രാത്രി ചെന്നേച്ചിട്ട് സാർ ഞാനിങ്ങനെ വഴി തെറ്റി യാത്രക്കാരനാണ്, ഞാനൊന്ന് ഈ സ്റ്റേഷൻ്റെ മുറ്റത്തൊരു ടെൻ്റ് അടിച്ച് കിടന്നോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഒരു 99% പോലീസുകാരും സമ്മതിക്കും. നമുക്ക് ധൈര്യത്തോടെ കയറി ചെല്ലാം. അല്ലെങ്കിൽ ഒരു പോലീസിൻ്റെ സിഗ്നൽ, ഒരു പോലീസ് വണ്ടിയുടെ സൈറൻ കണ്ടു കഴിഞ്ഞാലോ നമുക്ക് ധൈര്യമായിട്ട് കൈ കാണിച്ചിട്ട് നമുക്ക് കാര്യം പറയാം. സാറേ ഇങ്ങനൊരു പ്രശ്നമാണ്, ഞാനിങ്ങനെ യാത്ര ചെയ്ത് വരുന്നതാണ്, എനിക്ക് സ്റ്റേ ചെയ്യാനൊരു സൗകര്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പോഴും നമ്മളെ സഹായിക്കും. അത് ഇവിടുത്തെ പോലീസുകാരാണ്. പക്ഷേ മറ്റ് സ്റ്റേറ്റിൽ അങ്ങനെയല്ല. ചിലപ്പം നമ്മളുണ്ടല്ലോ രാവിലെ എഴുന്നേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും കേസിൽ പ്രതിയായിട്ടായിരിക്കും. നമുക്ക് അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട്, പോലീസുകാരുടെ ഇടയിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ സ്റ്റേഷനുകളിൽ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 കിലോമീറ്റർ മാറി ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. അപ്പം ആ രാത്രി അവിടെ നിന്ന് 30 കിലോമീറ്റർ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ തീർത്തും അസാധ്യമായ കാര്യമാണ്. അങ്ങനെ വന്നപ്പോൾ എൻ്റെ അടുത്ത് അവിടെയുള്ള ഒരാൾ പറഞ്ഞു, സാർ ഇവിടെ ഒരു സ്കൂളുണ്ട്, അവിടുത്തെ ഹെഡ് മാസ്റ്റർ അവിടെ തന്നെയുണ്ട്, പോയി ഒന്ന് സംസാരിച്ചാൽ ചിലപ്പം നിങ്ങൾക്ക് അവിടെ കിടക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്നു ആ ഹെഡ് മാസ്റ്റർ അടുത്ത് സംസാരിച്ചു. സാറേ ഞാനിങ്ങനെ ഈ പ്രേതങ്ങളെയും ഭൂതങ്ങളെയൊക്കെ പറ്റി പഠിക്കുന്ന റിസർച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ്, അന്വേഷിച്ച് നടക്കുന്നയാളാണ്. അപ്പം അതിൽ മാന്ത്രികവും താന്ത്രികവും എല്ലാം വരും. അപ്പം ഞാൻ നിങ്ങളുടെ ഈ ഗ്രാമത്തിലൂടെ പോകുന്ന സമയത്ത് ഇനി ഈ ഗ്രാമം താണ്ടി പോകാനാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ കാടുകളാണ്, നമുക്ക് അത്ര പരിചയമില്ലാത്ത സ്ഥലം, എന്തും സംഭവിക്കാം. അയാളടുത്ത് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു കുഴപ്പമില്ല, ഇവിടെ താമസിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഫുഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അന്ന് മറ്റേ മാഗി ആണ് ഞങ്ങൾ കൂടുതലും കഴിക്കുന്നത്, കാരണം യാത്രക്കടയിൽ അതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ പുള്ളി പറഞ്ഞു വേണ്ട, ഇന്ന് ഇവിടെ നിന്ന് കഴിക്കാം, പുള്ളിയുടെ വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സ്കൂളിൻ്റെ സിറ്റ് ഔട്ടിൽ സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ അവിടെ ഉറങ്ങാൻ തുടങ്ങി. അപ്പം വന്ന യാത്രയുടെ ക്ഷീണം കൊണ്ട് ഞാൻ കിടന്നുറങ്ങി. ഇച്ചിരി കഴിഞ്ഞപ്പം ഈ സാറും അവരുടെ മകനും കൂടി കുറച്ച് ചപ്പാത്തിയും ഡാല് കറിയൊക്കെ ആയിട്ട് വന്നേ. ഞാൻ സന്തോഷത്തോടെ വാങ്ങിച്ചു, എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചു, കഴിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ചെയ്യുന്നതെന്നാ പറഞ്ഞേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ഞാനിങ്ങനെ ഒരു പാരനോർമൽ റിസർച്ചറാണ്, പാരനോർമൽ സൈക്കോളജിസ്റ്റും, അങ്ങനെ പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു, അതിനുവേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, നിങ്ങൾ ഈ വന്ന ഗ്രാമത്തിനോട് ചേർന്ന് തന്നെ ഒരു ഗ്രാമമുണ്ട്, ആ ഗ്രാമത്തിലേക്ക് നാളെ രാത്രി പുരുഷന്മാർക്കാർക്കും പ്രവേശനമില്ല. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിൽ വന്ന് താമസിക്കുന്ന സ്ത്രീകൾ ഒരു കാലത്ത് മറ്റൊരു ദേശത്ത് നിന്ന് യുദ്ധത്തിൽ പരാജയപ്പെട്ട രാജാവിൻ്റെ ആൾക്കാരെ ആട്ടി ഓടിച്ചതാണ്, സ്ത്രീകളെ മാത്രം. പുരുഷന്മാരെയെല്ലാം അവർ കൊന്നു കളഞ്ഞു. എന്നിട്ട് സ്ത്രീകളെയും ഗർഭിണികളെയും പ്രായമായവരെയും കുഞ്ഞുങ്ങളെയും ആൺകുട്ടികളെല്ലാം കൊന്നു കളഞ്ഞ് പെൺകുട്ടികളെയും അവർ എന്ത് ചെയ്യുന്നു, ആ നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ച് അവർ വന്ന് ഈ നാട്ടിൽ വന്ന് തമ്പടിച്ച് പിന്നെ ഈ നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ കല്യാണം കഴിച്ച് അങ്ങനെ താമസിക്കുന്ന നാടാണ്. പക്ഷേ ഈ നാട്ടിലൊരു പ്രത്യേകതയുണ്ട്. ചില അമാവാസി ദിവസങ്ങളിൽ, അതും ചൊവ്വാഴ്ചകൾ വരുന്ന അല്ലെങ്കിൽ വെള്ളിയാഴ്ച വരുന്ന അമാവാസി രാത്രികളിൽ അവിടുത്തെ പുരുഷന്മാർ ഗ്രാമം വിട്ട് പുറത്തു പോയി താമസിക്കും. അവർക്കന്ന് ഏത് സ്ത്രീയുടെ കൂടെ വേണേലും പുറത്തു പോകാം.
അങ്ങനെ അതിനകത്തുള്ളതല്ല, പുറമേ ഉള്ള സ്ത്രീകളുടെ അടുത്ത് പോയാലും ഈ സ്ത്രീകളൊന്നും പറയില്ല. ഇവര് പ്രത്യേക ആചാരങ്ങൾ വെച്ച് പുലർത്തുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഗ്രാമത്തിനകത്ത് ഒരു നടുമുറ്റം പോലൊരു സ്ഥലമാണ്. അവിടെ ഇവര് വലിയ പന്തങ്ങളൊക്കെ, പന്തമല്ല, തീക്കൂനകൾ ഉണ്ടാക്കി വെച്ച് സ്ത്രീകൾ പ്രത്യേക പൂജകളും വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഗന്ധദ്രവ്യങ്ങളൊക്കെ കത്തിച്ച് ഏതോ ഒരു മരിച്ചുപോയ പ്രേതാത്മാവിനെ പ്രീതിപ്പെടുത്തുന്ന ദിവസമാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്, അവർ കയറ്റുമോന്ന് അറിയില്ല. ചിലപ്പം നിങ്ങളൊരു അപരിചിതനായതുകൊണ്ടും പ്രശ്നം ഉണ്ടായേക്കാം. ഒന്ന് പകൽ അതിനകത്ത് കയറി അവരെയൊക്കെ ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കാം, ചിലപ്പോൾ കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സന്തോഷത്തോടു കൂടി അവിടെ കിടന്നു. അപ്പം സാറ് പറഞ്ഞു സാറ് ഹെൽപ്പ് ചെയ്യാം, സ്കൂളിലെ തന്നെ ഒരു പിയൂൺ അവിടെ നിന്ന് വരുന്നയാളാണ്, പുള്ളിയോട് കാര്യം പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ആ പുള്ളിയെ കണ്ടു, സാറ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇയാൾ എതിർപ്പ് പറഞ്ഞു, സമ്മതിക്കൂല, അങ്ങനെ ഇങ്ങനെ എന്തൊരു അങ്ങനെ എന്തോ ഒരു പേരുള്ളൊരു സ്ത്രീ ഉണ്ട്, അവരാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ചെന്ന് പുള്ളിക്കാരിയെ ചെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ പിന്നെ ഈ വിനയ ഇച്ചിരി വാരിത്തേച്ച് നമുക്ക് തന്ത്രങ്ങൾ അറിയാവുന്നതുകൊണ്ട് എന്ത് ചെയ്തെന്ന് ആദ്യം തന്നെ അവരുടെ കാലിൽ തൊട്ട് തൊഴുതു. കാരണം എനിക്ക് കാര്യം കാണണം. കാലിൽ തൊട്ട് തൊഴുതു. അവർക്ക് എന്തോ ഒരു ഇമ്പ്രഷൻ ഉണ്ടായി. കാരണം പുറമേ നിന്ന് വന്ന ഒരാൾ അവരുടെ കാലിൽ തൊട്ട് തൊഴുതു, ഒരു ഇമ്പ്രഷൻ ഉണ്ടായി. ഇവർ സംസാരിക്കുന്ന ഭാഷയൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. പിന്നെ ഈ കൂടെ വന്ന് ആ നാട്ടിലെ ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവർ എല്ലാ 20-23 വർഷം കൂടുമ്പോഴും ഒരു പെൺകുട്ടിയെ, ഏറ്റവും സുന്ദരിയായ ലക്ഷണമൊത്തൊരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കും. അത് പ്രത്യേകതയുണ്ട്, അവളുടെ ദേഹത്തിലെ മറുകിനും മച്ചിനും ഒരു പ്രാധാന്യമാണ്, ദേഹത്തുള്ള പാടുകൾ. ഭയങ്കരമായിട്ട് അവർ ശ്രദ്ധിച്ചിട്ട് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ഇവളെ മറ്റു പുരുഷന്മാർ തൊടാനോ കാണാനോ, ഇപ്പം സ്കൂളിൽ പോകുമ്പോഴൊക്കെ കണ്ടെന്നല്ലാതെ നമ്മൾ പേഴ്സണലി നിന്ന് സംസാരിക്കാനോ ഒന്നും നമുക്ക് ആർക്കും അധികാരമില്ല, ഈ പെണ്ണിനും അധികാരമില്ല. ഇവളെ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഈ സ്ത്രീകൾ തന്നെയാണ്. ഇത് എല്ലാ 23-ാമത്തെ വയസ്സ് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി സ്വതന്ത്രയാണ്, പിന്നെ സാധാരണ പോലെ ജീവിക്കാം. അതുവരെ ഇവൾക്ക് മറ്റൊരു പുരുഷനുമായിട്ട് ഒരു ഇടപാടും പാടില്ല, ഒരു ഇതും പാടില്ല, കന്യക തന്നെ നിർബന്ധം ആയിരിക്കണം. അങ്ങനെയാണ് ഇവർ ഈ കുട്ടിയെ വളർത്തുന്നത്. ഈ കുട്ടിയെ ഇവർ ആയോധന കല പഠിപ്പിക്കുന്നുണ്ട്, ഈ മാന്ത്രികം, ജ്യോതിഷം, ഇതെല്ലാം പഠിപ്പിക്കും. എന്തിനാണെന്നറിയോ? ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു ഇത് വരുമ്പോൾ ഈ ഇവരെ ആക്രമിച്ച് നശിപ്പിച്ച് ഇവരുടെ കുടുംബങ്ങളിലെ പുരുഷന്മാരെ ഇല്ലാതാക്കിയ ആ രാജാവിൻ്റെ തലമുറ, ആ രാജാവ് പുനർജനിക്കും. അങ്ങനെ ആ രാജാവ് പുനർജനിക്കുമ്പോൾ ഈ പെൺകുട്ടിയെ കൊണ്ട് അവരെ വശീകരിച്ചിട്ട് ആ രാജാവിനോട് പ്രതികാരം ചെയ്യാനായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ചൊവ്വയിൽ പോയി നിൽക്കുന്ന കാലഘട്ടമായിരുന്നിട്ട് കൂടി അവരുടെ ഇടയിൽ വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരൊന്നുമല്ല, അത്യാവശ്യം വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നും ഇവര് ഈ ഒരു ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്ത് 23 വർഷം അതിനെ മാന്ത്രികവും അതും ഇതും മറ്റു കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ, കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് മെഡിസിൻസ് പോലും ഉപയോഗിക്കാൻ സമ്മതിക്കില്ല ആ കൊച്ചിനെ. അത്രയും പ്യൂരിറ്റൈൻ ആയിട്ടാണ് ആ കുട്ടിയെ വളർത്തുന്നത്. എന്നിട്ട് ഈ മറ്റേ നമ്മുടെ ഈ എന്താണ് ഈ മോഹിനി എന്ന് പറഞ്ഞിട്ടൊരു ദേവതയുണ്ട്, വശീകരണത്തിന്റെ ദേവത. അവരെ പൂജിച്ചാണ് ഈ കുട്ടി കഴിയുന്നത്. അപ്പോൾ ഈ പ്രത്യേക അമാവാസി ദിവസങ്ങളിൽ ഈ സ്ത്രീകളെല്ലാം ദേഹത്ത് ചായം പൂശി വിവസ്ത്രയായി നിന്നിട്ടാണ് ഈ പൂജ മൊത്തം നടത്തി. ഈ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങാനും ഒളിഞ്ഞു നിന്ന് നോക്കുവോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ മരിച്ചു പോകും. അത് അങ്ങനെയാണ് എന്നാണ് ഇവർ പറയുന്നത്. ഒരു പക്ഷേ നമ്മുടെ ആൾക്കാരല്ലേ യൂട്യൂബിൽ ലൈവ് ഇടാതിരിക്കാനായിട്ട് പറയണതായിരിക്കാം, അറിയില്ല. അതെ, അവരുടെ സേഫ്റ്റി അവർ നോക്കണമല്ലോ. അപ്പം ഇന്നും ഇവർ ഈ പൂജ നടത്തുന്ന സമയങ്ങളിൽ ഈ ആളുകൾ, പുരുഷന്മാർ ആ ഗ്രാമം വിട്ടുപോകും. ഇവർ പ്രതികാരത്തിന് വേണ്ടി, നേരത്തെ നമ്മൾ ഈ മറ്റേ വിഷകന്യക എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ സ്ത്രീകളെ വളർത്തുന്ന പോലെ തന്നെ ഇതുപോലെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട പെൺകുട്ടിയെ അവർ രാജ്ഞിക്ക് തുല്യം വളർത്തി പ്രതികാരത്തിന് വേണ്ടി നടത്തുന്ന ഇന്നും പലരുടെ ഇടയിലും ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒരു രാജാവ് നശിപ്പിച്ചു കളഞ്ഞ ഒരു കുടുംബത്തിന്റെ തായ് വഴി ആ രാജാവ് പുനർജനിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയും അതിനുവേണ്ടി മാന്ത്രികങ്ങളും കർമ്മങ്ങളും ചെയ്ത്
ഇതുപോലൊരു പെൺകുട്ടിയെ വളർത്തുന്നുണ്ട് എന്നാണ് കേട്ടുകേൾവി. അതിൻ്റെ യാഥാർത്ഥ്യം എനിക്കറിയില്ല. പക്ഷേ ഇത് ഈ ഒരു കോൺസെപ്റ്റ് ശരിയാണ്. ഞാൻ ഇതിന് വിറ്റ്നസ് ആണ്. ഇനി ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പെൺകുട്ടി ഈ പ്രത്യേക ദിവസം, ഈ അമാവാസി ദിവസം, അത് ഇവരെന്ത് ചെയ്യുന്നു, ഈ നല്ല വെളുത്ത നിറമുള്ള കിടാവ്, പശുക്കിടാവിനെ ഇവരെവിടെന്നേലും സംഘടിപ്പിച്ച് കൊണ്ടുവരും. ആ പെർട്ടിക്കുലർ ദിവസം എവിടെന്നേലും ഇവർ കൊണ്ടുവന്നേച്ചിട്ട് അതിൻ്റെ ചോര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ഏതോ ഭാഗം കീറി ഒരു ചെറിയ അളവിൽ കീറി വെച്ചിട്ട് ആ ചോര ഈ പെൺകുട്ടി നേരിട്ട് കുടിക്കും. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ആ ഒരു രൗദ്രഭാവം, ഉള്ളിൽ ആ പക നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ചോര ഇങ്ങനെ കുടിപ്പിച്ചിട്ട് ഈ കുട്ടിയെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് മൊത്തം ഈ പ്രതികാര കഥകളാണ്, പ്രതികാര ചിന്തയാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം, ഒരു ഇൻസിഡന്റ് നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ വില്ലേജിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവിടുത്തെ സ്ത്രീകളെല്ലാം യക്ഷികളായിരിക്കുന്നതാണ് ആ പുരുഷന്മാരുടെ വിശ്വാസം. ചിലപ്പോൾ ആയിരിക്കാം കേട്ടോ. നമ്മുടെ നാട്ടിൽ പിന്നെ കല്യാണം കഴിഞ്ഞ് ആദ്യരാത്രി കഴിഞ്ഞാൽ പിന്നെ യക്ഷികളുടെ കൂടെ താമസിക്കുന്ന ആൾക്കാരെ, എൻ്റെ കൂടെ ഒരു സുഹൃത്ത് ഈ പ്രേതാന്വേഷണത്തിന് വരാമെന്ന് പറഞ്ഞു. അപ്പം കല്യാണത്തിന് മുമ്പ് ഇവന് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ചോദിച്ചു, എടാ നിനക്ക് പേടിയില്ലേ, നീ ഇങ്ങനെ ധൈര്യം വരുന്നത്? അപ്പോൾ പറഞ്ഞു, എടാ കല്യാണം കഴിച്ച അന്ന് തൊട്ട് ഞാൻ രക്ഷസിന്റെ കൂടെ താമസിക്കുന്നത്, എന്നിട്ട് ഞാൻ പേടിച്ചിട്ടില്ല. അതുപോലെ ഇത്തരം സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മൾ അന്വേഷിച്ച് നടന്നാലും നമുക്ക് അത് പറയാൻ പറ്റും. നമുക്ക് അതിന് വേണ്ട ഫണ്ടിങ്ങും അതിന് വേണ്ട എക്യുപ്മെന്റ്സുകളും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിഗൂഢതയുടെ ലോകം തന്നെ നമുക്ക് തുറന്നു കാണിക്കാൻ പറ്റും. പിന്നെ നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്ന അറിയില്ല.